ഈ കർണാടകത്തിലെ ഈ സിദ്ധാരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ഈ കോൺഗ്രസ് ഗവൺമെൻറ് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില നടപടികൾ വലിയ വിവാദമായിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമുക്കറിയാം 200-200ഓളം കുടുംബങ്ങൾ, ഒരു 10,000-ഓളം നിരാലംബരായിട്ടുള്ള മനുഷ്യർ, അവരുടെ വീടുകളെല്ലാം ഒരു സുപ്രഭാതത്തിൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ബുൾഡോസർ കൊണ്ടുവന്ന് നിരപ്പാക്കി ഇതായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിൽ ആശങ്ക രേഖപ്പെടുത്തുകയും പ്രതികരിക്കുകയെല്ലാം ചെയ്ത് വലിയതായിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം അറിഞ്ഞ വശം തന്നെ വലിയൊരു സംഭവം എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ MP-മാർ, പ്രധാനമായിട്ട് നമ്മുടെ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം സംഭവ സ്ഥലം സന്ദർശിക്കുക എല്ലാം ചെയ്ത് ഉണ്ട്. ഇത് വലിയ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ അത്തരമൊരു സംഭവത്തിൻ്റെ ഗൗരവത്തിലേക്ക് കടക്കാണ്ടേ നമ്മുടെ ചില സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ എന്താണ് സൂര്യന് കീഴിലുള്ള എല്ലാറ്റിനെ കുറിച്ചും അഭിപ്രായം പറയാവുന്ന നിഷ്പക്ഷ നിരീക്ഷകരെന്നോ എന്തൊക്കെ പറയുന്ന വിശാരദന്മാരെന്നൊക്കെ നമ്മൾ പറയാവുന്ന ഇവരെല്ലാവരും കൂടി വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഈ ഇത്രയും പാവപ്പെട്ട അത്രയും മനുഷ്യർ വഴിയാതാറായതല്ല. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അവിടെ സന്ദർശിച്ചതിന് ശേഷം A റഹീം നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ എന്താ തെറ്റിപ്പോയി എന്നുള്ളതാണ്. വ്യാകരണം തെറ്റി, ഗ്രാമർ തെറ്റി. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു വിഷയമായി മാറ്റിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാധ്യമങ്ങളൊക്കെ എത്തിയില്ല ഏറ്റവും ഒരു അധപതനത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ ഇത്. ഇത്രയും വലിയൊരു ഗവൺമെൻറ്, ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ വഴിയാതാറായിട്ട് അതിൻ്റെ ഇതിലേക്കൊന്നും പോകാണ്ടേ ഒരു MP എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് തെറ്റി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച. അതിൽ എനിക്ക് തോന്നുന്നത് ഈ റഹീം അവിടെ ദേശീയ മാധ്യമങ്ങളടക്കം വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചത്. ഇംഗ്ലീഷിലുള്ള റഹീമിൻ്റെ പ്രതികരണത്തെ ചില സോഷ്യൽ മീഡിയയിൽ ചില വിദഗ്ധന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ, സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രോളി എന്നാണല്ലോ പറയുന്നത്, പരിഹാസരൂപേണ പറയുകയുണ്ടായി. അതിന് 2-3 തരത്തിൽ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ റഹീം പറഞ്ഞ കാര്യങ്ങളെയൊക്കെ കേവലമായ ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗത്തിൻ്റെ ചില സൂക്ഷ്മതലങ്ങളിലുള്ള വ്യാകരണ തെറ്റുകളോ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റഹീം ഉന്നയിച്ച രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയത്തെ റദ്ദാക്കാനാണ് ഇവർ ശ്രമിച്ചത്. റഹീമിനെതിരെ ഈ ട്രോളുകൾ ഉയർത്തിവിട്ട നിരീക്ഷകരാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളാകട്ടെ, അവരെല്ലാവരും റഹീം ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളെ മാറ്റിയിട്ട് റഹീമിൻ്റെ ഭാഷയിൽ വന്ന ചെറിയ പിശകുകൾ എടുത്തു കാട്ടുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ഒരു അരാഷ്ട്രീയവാദമാണ്. നമ്മുടെ സാമൂഹ്യ നിരീക്ഷകർ, രാഷ്ട്രീയ നിരീക്ഷകർ, വിശകലന വിദഗ്ധർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയയിലാവട്ടെ ടെലിവിഷൻ ചർച്ചകളിലാകട്ടെ അത്തരം വേഷമണിഞ്ഞു വരുന്നവരുടെ എല്ലാം ഒരു പ്രശ്നം, ഭൂരിപക്ഷം ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ആ രാഷ്ട്രീയ വിവക്ഷകളോടെയും അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിലും കാണാൻ ശ്രമിക്കാതെ അവർക്കിഷ്ടമില്ലാത്ത ഒരാളാണ് വന്നത് എന്നതുകൊണ്ട് അതിനെ വികലപ്പെടുത്താനായിട്ട് അയാൾ ഉപയോഗിച്ച ഭാഷ പറയുക. ഇപ്പോൾ റഹീം തന്നെ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഭാഷ അത്രയ്ക്ക് മികച്ചതല്ല എന്ന് അദ്ദേഹം തന്നെ സമർത്ഥിക്കുന്നുണ്ട്. നമ്മളൊരു വളരെ വൈകാരികത മുറ്റി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള വികാര വിചാരങ്ങളും നമ്മുടെ ധാർമ്മിക രോഷവും ആ വിഷയത്തോടുള്ള നമ്മുടെ ധാർമ്മികമായ ഒത്തുചേരലും എല്ലാം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ ഈ ഭാഷ പൂർണ്ണമായി വഴങ്ങിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മലയാള ഭാഷയിൽ മഹാകവിയായ കുമാരനാശാൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങു ഭാഷയിതപൂർണ്ണം ഇങ്ങഹോ വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ. എല്ലാ മഹാകവികളെപ്പോലും അലട്ടിയിരുന്നാണ് ഭാഷയുടെ ഒരു പ്രശ്നം. ഇതിൻ്റെ അപ്പുറത്ത് വേറെ സംഭവം നമ്മളുണ്ട്. മിക്കവാറും ഇത് ഇത്തരത്തിലൊരു ഇത് വരാൻ തന്നെ കാരണം ഈ മൊത്തം നമ്മളെ ഇതിൽ വരുമ്പോൾ ഈ എല്ലാവരും കൂടി ഒരു ഇടതുപക്ഷ MP റഹീം ഒരു ഇടതുപക്ഷക്കാരനായതുകൊണ്ടും CPM-കാരനായതുകൊണ്ടും അവനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലാണ് നിൽക്കുന്നത്. കാരണം അപ്പുറത്ത് കർണാടകത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് പൊളിറ്റിക്സ് രാഷ്ട്രീയം അവിടെ, അതുകൊണ്ടാണ് ഈ ഭാഷയൊക്കെ പ്രശ്നമായിട്ട് വരുന്നത്. അതെ, ഞാൻ പറയുന്നത് ഈ റഹീമിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ഇത്തരം ആക്ഷേപങ്ങൾ അതിനെ 2-3 തരത്തിൽ കാണേണ്ടതുണ്ട് എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞത് അതുകൊണ്ടാണ്. റഹീം പറഞ്ഞത് ഒരു വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ആ ഭാഷയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഭാഷ ഇപ്പോൾ ഏറ്റവും ഒരു ക്ലാസിക് ഉദാഹരണം എന്ന് പറയുന്നത് വിശ്വമഹാകവി വില്യം ഷേക്സ്പിയർ.
വില്യം ഷേക്സ്പിയർക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാൻ പാടില്ലാത്ത ആളല്ല. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു ഔപചാരികമായ ഡിക്ഷണറി പോലും ഉണ്ടാകുന്നതിന് മുമ്പ് നാടകങ്ങൾ എഴുതിയ ആളാണ് വിശ്വമഹാകവി വില്യം ഷേക്സ്പിയർ. ഷേക്സ്പിയറുടെ വളരെ പ്രസിദ്ധമായ നാടകമാണ് ജൂലിയസ് സീസർ. മിക്കവാറും നമ്മളൊക്കെ കോളേജുകളിൽ പഠിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ജൂലിയസ് സീസറിൽ സീസറിനെ അദ്ദേഹത്തിൻ്റെ ആത്മമിത്രങ്ങളായിട്ടുള്ള കാഷ്യസും കാസ്കയും ബ്രൂട്ടസും ചേർന്നാണ് വകവരുത്തുന്നത്, കൊല്ലുന്നത്. അതിൽ ഏറ്റവും അടുത്തയാളായിരുന്നു ബ്രൂട്ടസ്. ബ്രൂട്ടസിൻ്റെ കുത്താണ് ജൂലിയസ് സീസറിനെ കൊലപാതകത്തിനിടയാക്കുന്നത് അല്ലെങ്കിൽ മരണത്തിനിടയാക്കുന്നത്. അത് കണ്ടുവരുന്നു മാർക്ക് ആൻ്റണി, സേനാനായകനായിട്ടുള്ള മാർക്ക് ആൻ്റണി വരുന്നു. മാർക്ക് ആൻ്റണി എന്നിട്ട് സീസറിൻ്റെ ഈ ഡെഡ് ബോഡി അവിടെ വെച്ചുകൊണ്ടൊരു ചരമോപചാര പ്രസംഗം നടത്തുന്നുണ്ട്. അതാണ് വളരെ പ്രസിദ്ധമായ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻ മി യുവർ ഇയേഴ്സ് എന്ന് തുടങ്ങുന്ന സ്പീച്ച്. അതിൽ മാർക്ക് ആൻ്റണി ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് വരിയുണ്ട്. ഈ ബ്രൂട്ടസ് സീസറിനെ കുത്തിയതിൻ്റെ ഭീകരത കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ മാർക്ക് ആൻ്റണി പറയുന്നത്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ, ദ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ട്. മോസ്റ്റ് എന്ന് പറയുന്നു, അൺകൈൻഡസ്റ്റ് എന്ന് പറയുന്നു, രണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രി. മോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ മാക്സിമത്തിലായി, പിന്നെ അൺകൈൻഡസ്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്തുകൊണ്ട് മാർക്ക് ആൻ്റണി അങ്ങനെ പറയുന്നു? കാരണം ഈ ദൃശ്യത്തിൻ്റെ ഭീകരത ഏറ്റവും ഉറ്റമിത്രമായ ബ്രൂട്ടസ് തന്നെ ജൂലിയസ് സീസറെ വകവരുത്തിയതിൽ മാർക്ക് ആൻ്റണിക്കുണ്ടാകുന്ന മാനസിക വ്യഥ, രോഷം, ധാർമ്മികമായ ചിന്തകൾ, അങ്ങനെ ഒരു വൈകാരികത മുറ്റി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചാൽ പോരാ എന്ന് ഷേക്സ്പിയറിന് അറിയാം. അതുകൊണ്ടാണ് ഷേക്സ്പിയർ ഈ മോസ്റ്റ് അൺകൈൻഡസ്റ്റ് കട്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഷേക്സ്പിയർ ഗ്രാമർ തെറ്റിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ഷേക്സ്പിയർ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഭാഷ ഏതാണ്? ഭാഷ എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിലെ വളരെ പ്രസിദ്ധനായ ഒരു ജർമ്മൻ തത്വചിന്തകൻ മാർട്ടിൻ ഹൈഡഗർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാർട്ടിൻ ഹൈഡഗറുടെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, ലാംഗ്വേജ് ഈസ് ദ ഹൗസ് ഓഫ് ബീയിങ്. ഞാൻ പറയുന്ന ഭാഷ എൻ്റെ ഉണ്മയുടെ പാർപ്പിടമാണ് ഭാഷ. ആ റഹീമിൻ്റെ ഉണ്മ എന്ന് പറയുന്നത് ഈ നിരാലംബരാക്കപ്പെട്ട മനുഷ്യരുടെ വേദനകളാണ്, അവരുടെ ധർമ്മസങ്കടങ്ങളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അതിനെക്കുറിച്ചാണ്. അതിനെ അറിയാവുന്ന ഏതു ഭാഷയിലും പറയും. അപ്പോൾ ഈസും മാസും നോക്കിയിട്ടൊന്നും അല്ല പറയുന്നത്. ആ വൈകാരികത മുറ്റി നിൽക്കുന്ന സന്ദർഭത്തെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും? ചിലപ്പോൾ ഭാഷ ഇല്ലാതെ തന്നെ ചില വ്യാക്ഷേപക ശബ്ദങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ വികാരങ്ങൾ ഹേ ഹോ എന്നൊക്കെയുള്ള ഈ പറഞ്ഞതിൻ്റെ പ്രകടിപ്പിക്കാൻ പറ്റും. ഈ പറഞ്ഞത് വെച്ച് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഭാഷ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു വികാരം പ്രകടിപ്പിക്കാനല്ല. അതിൽ ഗ്രാമറല്ല പ്രശ്നം എന്ന് പറയും. ഇവിടെ തന്നെ ഇപ്പോൾ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഇംഗ്ലീഷ് പോലും അറിയാത്ത ആളാണ് MPI തിരഞ്ഞെടുക്കപ്പെടുന്നത് പറഞ്ഞ ചർച്ചകളാണ് നടക്കുന്നത്. കാരണം പാർലമെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രാജ്യത്ത് സ്വന്തം ഭാഷ പോലെ എഴുതാനോ എഴുതാനോ അല്ലെങ്കിൽ പറയാൻ അറിയാത്ത ഈ കോടിക്കണക്കിന് ആളുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഈ പാർലമെന്റിൽ പോകുന്നത്. അതിനകത്ത് 1-2 പ്രശ്നങ്ങളുണ്ട്. ഈ നമുക്കൊക്കെ നമ്മൾ ഈ ഇംഗ്ലീഷുകാർ ധാരാളം നൂറ്റാണ്ടുകളോളം ഭരിച്ചത് കൊണ്ടുള്ള ഒരു ഇംഗ്ലീഷ് ഭാഷയുള്ള വിധേയത്വമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഭാഷ ഇംഗ്ലീഷ് അല്ല. അത് ആദ്യം ഇവരെ മനസ്സിലാക്കണം. ഈ ലോകത്തെ മഹത്തായ കൃതികൾ പലതും, ഇപ്പോൾ ടോൾസ്റ്റോയ് കൃതികൾ, അത് ഇംഗ്ലീഷിലല്ല ആദ്യം വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ പാവങ്ങൾ എന്ന് പറയുന്ന ഫ്രഞ്ച് നോവൽ ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച ഒരു ഇതാണല്ലോ. പാവങ്ങൾ എന്ന് പറയുന്ന ഫ്രഞ്ച് നോവൽ, അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിൻ്റെ ശതാബ്ദിയെ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇംഗ്ലീഷിലല്ല വന്നത്. ബ്രദേഴ്സ് കരമസോവ് ഇംഗ്ലീഷിലല്ല. ഈ ലാറ്റിൻ അമേരിക്കൻ ഭാഷയിലൊക്കെ വന്നിരിക്കുന്ന ഈ നോബൽ സമ്മാന ജേതാക്കളായിട്ട് അവരൊന്നും ഇംഗ്ലീഷിലല്ല. നമുക്കൊരു തെറ്റിദ്ധാരണയാണ് ഇംഗ്ലീഷ് മഹാഭാഷയാണെന്നുള്ളത്. ഒന്നുകൂടി പറയാം, ഈ ഇംഗ്ലീഷ് തെറ്റിയതിൻ്റെ പേരിൽ റഹീമിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പലരെയും വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ആൾക്കാരാണ്. അവരാരും ഇതുപോലെ ഇംഗ്ലീഷൊന്നും പറയാൻ യോഗ്യരായ ആൾക്കാരല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഞാൻ ഈ പറഞ്ഞ അവനവൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കാണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. അത് പിന്നെ ഏത് വിധത്തിലായാലും MP റഹീം ഒരു CPM കാരനാണ്, അല്ല ഇടതുപക്ഷക്കാരനാണ്. അപ്പോൾ അവനെ കിട്ടിയ അവസരത്തിൽ ആക്ഷേപിക്കാൻ പറ്റുമെന്നുള്ളൊരു നോട്ടമുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിമർശിക്കുക, ഇടതുപക്ഷക്കാർ ഇങ്ങനെയാണെന്നുള്ളൊരു വ്യാജമായ ഒരു ആഖ്യാനം ഉണ്ടാക്കുക, അതൊക്കെയുണ്ട്.
ഇതിന് വേറെ വശം ഇവര് ഈ പാർലമെന്റിന്റെ ചരിത്രത്തെയൊക്കെ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതെ അതെ കാരണം നമ്മുടെ പാർലമെന്റിലെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഈ ഇംഗ്ലീഷ് പാവുന്ന ആളുകളൊന്നുമില്ല പഴയ കാലത്തെ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ഒന്നും. അതെ അതെ സാധാരണ അവിടെ പാർലമെന്റിന്റെ അവസ്ഥ വെച്ച് നമുക്ക് അവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. ഇന്നത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയിലും വേണമെങ്കിൽ അവിടെ സംസാരിക്കാം. അതെ അതെ നമ്മുടെ പല എം പിമാരും അങ്ങനെ ഏത് ഭാഷയിൽ സംസാരിച്ച് അപ്പൊ തന്നെ ഇന്റർപ്രറ്റ് ചെയ്ത് അത് അങ്ങനെ സൗകര്യങ്ങളുണ്ട് അവിടെ. അല്ലേ ഞാൻ പറയുന്നത് ഈ റഹീം ഉപയോഗിച്ച ഭാഷയിലെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയല്ലാതെ റഹീം ഉന്നയിച്ച ആശയം, കാരണം കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റേ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയും ആയിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കർണാടക സർക്കാർ അവരാണിത് ചെയ്തിരിക്കുന്നത്. റഹീം പറഞ്ഞ ഒരു കാര്യം ആരും കാര്യമായിട്ട് ചർച്ച ചെയ്തില്ല കേട്ടോ. റഹീം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, കോൺഗ്രസിന് ഈ പാരമ്പര്യമുണ്ട് ഈ ബുൾഡോസർ രാജ് നടപ്പാക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ച് തുർക്കുമാൻ ഗേറ്റ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കൂടി ഒത്താശയോടുകൂടി നടപ്പാക്കിയ, അതും ഡൽഹിയിൽ ജഗ്മോഹൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ. ഡൽഹി സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചേരികൾ അടിച്ചു നിരപ്പാക്കി. അതിലും ഈ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടവർ കൂടുതലും മുസ്ലിം ജനവിഭാഗങ്ങൾ, താഴെത്തട്ടിലുള്ള ആൾക്കാർ. അന്ന് പറഞ്ഞ സൗന്ദര്യവൽക്കരണമാണ്. അത് പിന്നീട് അതിനെക്കുറിച്ച് പഠിച്ച JC ഷാ കമ്മീഷൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഷാ കമ്മീഷൻ അക്കാര്യത്തിൽ ഈ തുർക്കുമാൻ ഗേറ്റിൽ പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങനെ ബുൾഡോസിങ് നടത്തി ഒഴിവാക്കിയതിനെതിരെ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കുറ്റക്കാരാണെന്ന് ഷാ കമ്മീഷൻ എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ ഇതുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് റഹീം വിശദീകരിച്ചില്ലെന്നേ ഉള്ളൂ, സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഈ ബുൾഡോസിങ് അത്ര പുത്തരിയല്ല, അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞേറുന്നതാണ്. അവർ ന്യൂനപക്ഷ ക്ഷേമമൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നാണ് റഹീം പറയാതെ പറഞ്ഞത്. അതിലേക്കൊന്നും ഇവർ ക്യാമറ തിരിക്കുന്നില്ല, പറയുന്നില്ല. ഗ്രാമർ തെറ്റിച്ചു, ഇംഗ്ലീഷ് അറിയില്ല. ഇതിന്റെ വള്ളിയും പുള്ളിയും നോക്കുകയാണ് വേണ്ടത്. നമ്മൾ നോക്കണേ, ഈ ഇന്ത്യയിൽ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, എത്ര പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവരൊന്നും ഇംഗ്ലീഷ് അറിഞ്ഞിട്ടില്ലല്ലോ. ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് അല്ല. വിവിധ ഭാഷ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകളാണ്. അവിടുന്ന് പ്രവർത്തിച്ച് അവിടുന്ന് കയറി വരുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞ വാജ്പേയി പ്രധാനമന്ത്രി, അദ്ദേഹം ഏറ്റവും ഹിന്ദിയല്ലേ സംസാരിച്ചത്, ഇംഗ്ലീഷ് അല്ലല്ലോ സംസാരിച്ചിരുന്നത്. അതെ, അല്ല അങ്ങനെ അടുത്ത എത്ര ആളുകൾ നോക്കും, ഇന്ത്യയിലല്ല സംസാരിച്ചത്. നിങ്ങൾ നോക്കുക, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇംഗ്ലീഷിൽ നടത്തുന്നൊരു പ്രസംഗം കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതൊന്നും ആർക്കും വിഷയമല്ല. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നാൽ പോലും ഇംഗ്ലീഷിലൊരു പ്രസംഗം നടത്താറുണ്ട്. എന്തിന്? നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന ഇപ്പോൾ 19 MP-മാർ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെ ആണല്ലോ. അതിൽ എത്ര പേർക്ക് ഈ പറഞ്ഞ ഭാഷാപരമായ തെറ്റുകൂടാതെ പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്? നമ്മൾ പാർലമെൻറ്റിൽ ആപ്പാടെ സംസാരിക്കുന്നത് ജോൺ ബ്രിട്ടാസ് മനോഹരമായി സംസാരിക്കുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇവർക്കാർക്കും പറ്റില്ല. പക്ഷെ അതല്ല പ്രശ്നം. എന്ത് പറയുന്നു എന്നുള്ളതാണ്. അവരേത് ആശയം പേറുന്നു, എന്ത് പറയുന്നു, എങ്ങനെ ഇടപെടുന്നു, ഏത് വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പത്രക്കാർ ഗാന്ധിജിയോട് ചോദിച്ചു, വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് ഫ്രീ ഇന്ത്യ? ഈ സ്വതന്ത്ര ഇന്ത്യയിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, വി ആർ ഗോയിങ് ടു വൈപ്പ് ഔട്ട് ദ ടീയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പുക, അതായിരിക്കും. ആ സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പ് എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ആശയങ്ങൾ പിൻപറ്റിക്കൊണ്ട് നടക്കുന്നു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ആ കോൺഗ്രസ് നേതാക്കളായ സിദ്ധരാമയ്യയും അതുപോലെ തന്നെ DK ശിവകുമാറോ ആണ് ഈ പാവങ്ങളായ മനുഷ്യരെ ഉടുതുണിയോടെ വെളുപ്പാങ്കാലത്ത് ഒരു നോട്ടീസ് നൽകാതെ അതിൻ്റെ ഭീകരതയെക്കുറിച്ച് ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിലെ വിമർശകർക്കോ റഹീമിൻ്റെ ഭാഷ വിമർശകർക്കോ ഒന്നും പറയാനില്ല. അവരതിനെയൊക്കെ റദ്ദാക്കാനുള്ള ശ്രമമാണ്. എന്നിട്ട് ഭാഷയിൽ വന്ന ഈസു ആസായി അല്ലെങ്കിൽ ഹാസ് ഹാവായി, ഇതെന്ത് വിമർശനമാണ്? ഇതാണ് സാമൂഹ്യ നിരീക്ഷണം. ഇതാണ് സാമൂഹ്യ നിരീക്ഷകരുടെ ആശയപരമായ ഒരു പിൻബലം. ഇതാണോ അത്? ഒന്ന്, ആശയത്തെ റദ്ദാക്കുക. രണ്ട്, റഹീം ഇടതുപക്ഷക്കാരനാണ്, CPIM കാരനാണ്. അതുകൊണ്ട് റഹീം എന്തോ മോശക്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആഖ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് പറഞ്ഞാലേ വലിയ ആളാവുള്ളൂ. ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ആളായി എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണയല്ല, ഇത് നമ്മളിപ്പോ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്ക് സുഭാഷിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണമെന്നില്ല, മറ്റൊരാൾ അങ്ങനെ പറ്റണമെന്നില്ല. കാരണം നമ്മളിത്
ഈ ഒരു പഠിച്ചു വരുന്നൊരു ഭാഷയാണ്, നമ്മുടെ ജന്മഭാഷയല്ല. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാകും. അത് ഓരോ മനുഷ്യരും എങ്ങനെയൊക്കെ സ്വീകരിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. ഇംഗ്ലീഷ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഏറ്റവും വലിയ മോശക്കാരനാന്നൊക്കെ പറയുന്നത് അത് അത് വളരെ ഉപരിപ്ലവമായ കാഴ്ചപ്പാട്, ഇടതുപക്ഷ വിരുദ്ധമായ കാഴ്ചപ്പാട്, ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആശയങ്ങളെ റദ്ദാക്കി കളയുന്ന കാഴ്ചപ്പാടാണ്. ഒപ്പം കോൺഗ്രസിന്റെ ജനവിരുദ്ധതയെ മറച്ചുവെക്കാനുള്ള ശ്രമം. അതിന്റെ ഒപ്പം തന്നെ ഈ സംഭവം നടന്നു. അവിടെ ആദ്യം മോഡിയത്തിൽ ഒരാള് റഹീമാണ്, ഇടതുപക്ഷത്തിന്റെ MP ആണ്. മറ്റുള്ള എല്ലാവരും ഉണ്ടായിട്ട് ആരും അവിടെ എത്തിയില്ല. അല്ല, ഡിസംബർ 20-നാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. എന്താ ഈ മഹാന്മാരൊക്കെ ഇത് ഒന്നും ചെയ്യാറുന്നത്? AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഡിസംബർ 26-ാം തീയതിയാണ് റിപ്പോർട്ട്. അത് മുഖ്യമന്ത്രി ഇടപെട്ടതിന് ശേഷം റഹീം അവിടെ ഇതൊരു വിഷയമായി എന്ന് കണ്ടപ്പോഴാണ് ഒരാഴ്ച എടുത്തേ. അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ആക്ഷേപവും ഇല്ല. ഇത് 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 വളരെ അസംബന്ധ ജടിലമായ ഒരു ആഖ്യാനമാണ്. നിലവാരമില്ലാത്തൊരു ചർച്ച. നമ്മൾ കേവലമായിട്ട് നിലവാരമില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അല്പത്തരമാണ്. ഇടതുപക്ഷ ആശയത്തെ റദ്ദാക്കാനുള്ള ഒരു കൗശലം കൂടിയാണ് ഈ സോക്കോൾഡ് സാമൂഹ്യ നിരീക്ഷകരായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തുള്ളത്. ആ സാമൂഹ്യ നിരീക്ഷകരും ചില ചാനൽ വിദഗ്ധരും ഒക്കെ പറയുന്ന അവർക്കൊന്നും ഇംഗ്ലീഷൊന്നും ഇങ്ങനെ സംസാരിക്കാൻ അറിയാൻ പാടില്ല. അങ്ങനെയൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഭാഷ പറഞ്ഞ റഹീമിനെയും CPM-നെയും പേടിപ്പിക്കാനായിട്ട് ആരും വരരുതെന്നുള്ളതാണ് വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്.